ഒറ്റ ചോദ്യം, ഒരു ചോദ്യം നിങ്ങളോട് എല്ലാവരോടും ചോദിക്കാനുണ്ട്. കേരളത്തിലെ ജനങ്ങൾ നിരന്തരം ചോദിക്കുന്നൊരു ചോദ്യം, നിങ്ങള് അങ്ങനെ ഈ സമരങ്ങളെ അപ്ഡേറ്റ് ചെയ്യാനായിട്ട്, സമരങ്ങളെ ആധുനികവൽക്കരിക്കാനായിട്ട് ഈ രാഷ്ട്രീയ പാർട്ടിയുടെ ഇപ്പൊ 3 രാഷ്ട്രീയ പാർട്ടിയുടെ പ്രധാനപ്പെട്ട സമിതികൾ, ഉന്നതാധികാര സമിതികളുള്ളവരാണ് ഇവർ 3 പേരും. ഈ കേരളത്തിലെ സമരങ്ങളെ ജനാധിപത്യ മൂല്യങ്ങൾക്ക് അനുസൃതമായും ആധുനിക ജീവിതത്തിന് അനുസൃതമായും മാറ്റാൻ വേണ്ടിയുള്ള എന്ത് തരത്തിലുള്ള റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ആണ് ഇവർ നടത്തിയിട്ടുള്ളത്? തീർച്ചയായിട്ടും കേരളം എന്ന് മാത്രമല്ല, ലോകത്താകെ മാറി വരുന്ന ഒരു സാഹചര്യത്തിനനുസൃതമായ രീതിയിൽ നമ്മുടെ സമ്മർദ്ദ തന്ത്രങ്ങളിലും പ്രക്ഷോഭങ്ങളിലും സമരങ്ങളിലും ഒക്കെ മാറ്റം ഉണ്ടാവണം. കാലോചിതം എന്ന് കാലോചിതം എന്ന് പറയുന്നത് ഭരണകൂടം കൂടുതൽ കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുകയാണ്. നമ്മളൊരു 50, 60, 70 കാലത്തെ ഭരണകൂട സംവിധാനം ഇന്ന് ലോകത്ത് നിൽക്കുന്നത് വലിയ രീതിയിൽ കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുകയാണ്. ഭരണകൂടം എന്ന് പറയുന്നത് കഴിഞ്ഞ കാലത്ത് നിന്ന് വ്യത്യസ്തമായി നേരിട്ട് ക്രോണിയാണ്, മുതലാളിമാരുടെ നേരിട്ടുള്ള സംവിധാനമായിട്ട് ഭരണകൂടം മാറുകയാണ്. ഒരു ചങ്ങാത്ത ഭരണകൂടത്തിന്റെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ ആ ചങ്ങാത്ത ഭരണകൂടം ഇൻഫർമേഷൻ ടെക്നോളജിയുടെയും മറ്റെല്ലാ സാങ്കേതിക സംവിധാനങ്ങളും ഉപയോഗിച്ച് വളരെ ആസൂത്രിതമായ രീതിയിൽ ജനങ്ങളുടെ പ്രതികരണങ്ങളെയും പ്രതിഷേധങ്ങളെയും ഒക്കെ തന്നെ വലിയ രീതിയിൽ അടിച്ചമർത്തുന്ന ഒരു കാലമാണ്. നമ്മളിവിടെ ചർച്ച ചെയ്യുമ്പം SKN രാജഗോപാൽ എന്ന് പറയുന്ന ലോകമറിയുന്ന ഇന്ത്യൻ പത്രപ്രവർത്തകൻ, ടെലഗ്രാഫിന്റെ പത്രപ്രവർത്തകൻ, അദ്ദേഹം എന്ത് തെറ്റാ ചെയ്തത്? നമ്മളോട് എല്ലാവരും എന്താ പറഞ്ഞത്? പാർലമെന്റിൽ വിശദീകരിച്ച എന്താ? SIR പൗരത്വമായി ബന്ധപ്പെട്ടതല്ല, പാസ്പോർട്ടുമായി ബന്ധപ്പെട്ടതല്ല. SIRന്റെ പേരിൽ SIR നടന്നപ്പോൾ അദ്ദേഹത്തിന്റെ പേര് വോട്ടേഴ്സ് ലിസ്റ്റിൽ വന്നില്ല. അദ്ദേഹത്തിന്റെ പാസ്പോർട്ട് അതിന്റെ പേരിൽ നിഷേധിക്കുകയാണ്. അദ്ദേഹത്തിന് സ്വന്തം മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ അമേരിക്കയിൽ പോകാൻ കഴിയാത്ത സാഹചര്യമുള്ളത് എന്ന് പറഞ്ഞാൽ ഭരണകൂടം എത്ര ഭീകരമായിട്ടാണ് വ്യക്തികളുടെ, പൗരരുടെ സ്വതന്ത്രമായ സ്വകാര്യമായ ജീവിതത്തിലേക്ക് കടന്നു കയറിക്കൊണ്ടിരിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും നമ്മുടെ സമരങ്ങൾ നവീകരിക്കപ്പെടണം, സമരങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷ നവീകരിക്കപ്പെടണം. പക്ഷേ പ്രക്ഷോഭങ്ങളുടെ രാഷ്ട്രീയ ശക്തി കൂട്ടിയേ മതിയാകൂ. പ്രക്ഷോഭങ്ങളുടെ രാഷ്ട്രീയ ശക്തി എന്താണ്? ഏതെങ്കിലും ബലപ്രയോഗമല്ല, ബലപ്രയോഗത്തിന് അപ്പുറത്ത് ശക്തമായ രീതിയിലുള്ള അന്വേഷണങ്ങളിൽ സഖാവിന്റെ സംഘടന ഏത് തലത്തിലാണ് ഇപ്പൊ നിൽക്കുന്നതെന്നാണ് എനിക്ക് അറിയേണ്ടത്. സഖാവിന്റെ സംഘടന മാത്രമല്ല, ഈ 3 രാഷ്ട്രീയ പാർട്ടികളും സമരങ്ങളെ അത് പറയാം.